അടുത്തത് എഡ്ജ് കണക്ടിവിറ്റി ആണ്. നേരത്തെ വെർട്ടെക്സ് കണക്ടിവിറ്റി പറഞ്ഞതുപോലെ തന്നെ എഡ്ജ് കണക്ടിവിറ്റി. The edge connectivity of a connected graph G is the smallest k for which there exists a k edge cut. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ എഡ്ജ് കട്ടുകളുടെയും സെറ്റുകൾ എടുക്കുക, എന്നിട്ട് അതിന്റെ കാർഡിനാലിറ്റി നോക്കുക. അതിലെ ഏറ്റവും മിനിമം നമ്പർ ആണ് എന്ത്, എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഇതിന്റെ എഡ്ജ് കണക്ടിവിറ്റി എത്രയാണ്? ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കൂ, ഈ രണ്ട് എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും, അല്ലെങ്കിൽ എന്താണ് അല്ലെ? അപ്പൊ ഇവിടെ 2 ആണ് മിനിമം എഡ്ജ് കട്ടിന്റെ. അവിടുത്തെ എല്ലാ എഡ്ജ് കട്ടുകളും കൺസിഡർ ചെയ്യാം, അതിലെ മിനിമം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 എന്ന് കിട്ടും. അതുപോലെ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം, ഈ ഒരു ഗ്രാഫ്, ഇതിന്റെ എഡ്ജ് കണക്ടിവിറ്റി എത്രയാണ് നോക്കുക. ഏതൊക്കെ എഡ്ജുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഏത്, ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫ് നേരത്തെ വരച്ചാണ് 3 എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇവിടെ ഇപ്പൊ എന്താണ്, ഈ രണ്ടെണ്ണം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും, എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ. അപ്പൊ അതിന് ചെറിയൊരു വെർട്ടെക്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് 3 കണക്റ്റഡ് ഗ്രാഫിന്, എഡ്ജ് കണക്റ്റഡ് ഗ്രാഫിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടുന്ന് ഓരോ ഇത് കൊടുക്കുക, ഇവിടുന്ന് ഇങ്ങനെയുള്ള ഒരു വെർട്ടെക്സ് കൊടുക്കുക, എഡ്ജ് കൊടുക്കുക, അതുപോലെ ഇവിടുന്ന് ഇങ്ങനെയുള്ള ഒരു എഡ്ജും കൊടുക്കുക. അപ്പൊ എന്താണ്, ഇതൊരു 3 എഡ്ജ് കണക്റ്റഡ് ഗ്രാഫ് ആണ്. അപ്പൊ ഇത് 3 എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് കിട്ടും. ഒന്നാണ് ദ എഡ്ജ് കണക്ടിവിറ്റി ഓഫ് എ ട്രിവിയൽ ഓർ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ഈസ് ടേക്കൺ ടു ബി 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ദ എഡ്ജ് കണക്ടിവിറ്റി ഓഫ് ജി ഈസ് ഡിനോട്ടഡ് ബൈ ലാംഡ ഓഫ് ജി. എഡ്ജ് കണക്ടിവിറ്റി ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ ഓഫ് ജി ഉപയോഗിച്ചിട്ടാണ്. വെർട്ടെക്സ് കണക്ടിവിറ്റി നമ്മൾ കാപ്പ ഓഫ് ജി ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. If lambda is an edge connectivity of a connected graph G, there exists a set of lambda edges whose deletion results in a disconnected graph, and no subset of edges of G of size less than lambda has this property. അതായത് ലാംഡ എഡ്ജ് കണക്ടിവിറ്റി ആണെങ്കിൽ എന്താണ്, അതിൽ ചെറിയ ഒരു നമ്പർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ കഴിയില്ല. അതിൽ കുറവ് നമ്പർ ഓഫ് എഡ്ജസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവില്ല. ഇനി അടുത്തൊരു ഡെഫിനിഷൻ ആണ്, എ ഗ്രാഫ് ജി ഈസ് ആർ കണക്റ്റഡ് ഇഫ് കാപ്പ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. എന്ന് പറഞ്ഞാൽ ആർ കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്, ഈ വെർട്ടെക്സ് കട്ടിന്റെ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ആണെങ്കിൽ അതിനെ നമ്മൾ ആർ കണക്റ്റഡ് എന്ന് പറയും. ആർ കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ വെർട്ടെക്സ് കണക്റ്റഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിംപ്ലി ആർ കണക്റ്റഡ് എന്നും പറയാം. അതുപോലെ ജി ഈസ് ആർ എഡ്ജ് കണക്റ്റഡ് എപ്പോഴാവുക, ലാംഡ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ആണെങ്കിൽ എഡ്ജ് കണക്റ്റഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു നോട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ജസ്റ്റ് പറയുന്നത് ആർ ഈസ് കണക്റ്റഡ്, ഗ്രാഫ് ഈസ് ഓൾസോ എൽ കണക്റ്റഡ് ഫോർ വിച്ച് എൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ മൈനസ് 1 ആവുന്ന രീതിയിൽ. പിന്നെ ഈ 2 ഹോംവർക്കുകൾ ചെയ്യാം. ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്.